പെണ്ണിനെ സംരക്ഷിക്കണം. എല്ലാ രംഗത്തും അവൾക്കുള്ള അഭിമാനം നമ്മളാവണം. അവളുടെ ഓരോ ചിന്തയിലും എന്റെ ഭർത്താവ് എനിക്ക് സംരക്ഷണമാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ റസൂലുള്ളാന്റെ വിവാഹത്തെ പറ്റി പലരും ആരോപണം ഉന്നയിക്കാറുണ്ട്. മുസ്ലിമീങ്ങൾ പോലും പറയാറുണ്ട്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചർച്ചയിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തന്നെ പറഞ്ഞൊരു വാക്കില്ലേ, മുഹമ്മദ് നബി 10 എണ്ണം കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ആ മുസ്ലിമീങ്ങളോടൊക്കെ ഒന്ന് പിടിച്ചിക്കാൻ പറ്റിയായിരുന്നു നമുക്ക്. എന്തിനാ പ്രവാചകൻ ഇത്ര കെട്ടാൻ പോയത്? എന്തിനാ ഇസ്ലാമിൽ 4 എണ്ണം വരെ കെട്ടാന്ന് പറഞ്ഞത് എന്ന് ആരോപണം ഉന്നയിക്കുന്നവരുണ്ട്. അറിഞ്ഞിട്ടുണ്ടോ റസൂലുള്ളാന്റെ കല്യാണത്തെ പറ്റി? അള്ളാഹുവിന്റെ പ്രവാചകൻ കല്യാണം കഴിച്ചത് ഒരു കന്യകയുള്ളൂ, ബാക്കി മുഴുവനും വൃദ്ധകളും വിധവകളുവാ. മക്കയിൽ നോക്കാൻ ആളില്ലാതെ, മദീനയിൽ ഭർത്താക്കന്മാർ മരണപ്പെട്ട് മക്കളില്ലാതെ, ഭക്ഷണം കിട്ടാതെ, നോക്കാൻ ആളില്ലാതെ സങ്കടപ്പെടുന്ന സാധു സ്ത്രീകളെ അവരുടെ അഭിമാനത്തിന് വില കൊടുത്ത് മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് മദീന പള്ളിന്റെ ചുറ്റും ചെറിയ ഹുജറാത്തുകൾ ഉണ്ടാക്കി മരിക്കുന്നത് വരെ പൊന്നുപോലെ നോക്കിയത് അള്ളാന്റെ ഹബീബ്. അല്ലാതെ ഒന്ന് കഴിഞ്ഞപ്പം രണ്ടാമത്തെ കെട്ടാനോടിയതല്ല. അല്ലെങ്കിൽ പൊന്നാനിപ്പോയി മുണ്ടിട്ട് വന്ന് വേറെ കെട്ടണം ആഗ്രഹിച്ച് കെട്ടിക്കൊണ്ടുവരുന്ന സമ്പ്രദായവുമല്ല. ആദ്യത്തെ പെണ്ണിന്റെ ബാപ്പനെ ഒന്ന് പാഠം പഠിപ്പിക്കാനും വിചാരിച്ചത് കിട്ടാത്തതിന്റെ പേരിൽ രണ്ടാമത്തെ കെട്ടിനെയും കൂടി കെട്ടിയിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല. പെണ്ണിനെ സംരക്ഷിക്കാനാ കല്യാണം, അവൾക്ക് ജീവിതത്തിന് നിറം കൊടുക്കാനാ കല്യാണം. ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എന്റെ വീട്ടിന്റെ അകത്തളത്തിലിരുന്ന് നെഞ്ചുപൊട്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ നെറ്റിത്തടത്തിലെ നിസ്കാരത്തഴമ്പിന് ഒരു കറുത്ത പുള്ളിന്റെ കൂലി പോലുമില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്റെ കൂടെ ഇറങ്ങിപ്പോന്ന ഒരു പെണ്ണിനെയും മക്കളെയും നെഞ്ചുപൊട്ടി കരയിപ്പിക്കുന്ന ഒരു ആണാണ് ഞാനെങ്കിൽ എന്റെ കുടുംബത്തിൽ പടച്ചോന്റെ ബർക്കത്തില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം.